ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സിനിമയിൽ നിന്നും താൽക്കാലികമായി ഇടവേള എടുത്തിരിക്കുകയാണ് മമ്മൂട്ടി. മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന മഹേഷ് നാരായണ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ശ്രീലങ്കയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മമ്മൂട്ടി ബോധരഹിതനാകുന്നത്. മമ്മൂട്ടിക്ക് അർബുദബാധയെന്ന പ്രചരണവും ഇതോടെ ശക്തമായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ താരവുമായി ബന്ധപ്പെട്ടവരും ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ രോഗത്തിന്റെ ആരംഭം മാത്രമാണ് മമ്മൂട്ടിയിൽ കണ്ടതെന്ന് വ്യക്തമാക്കി സംവിധായകൻ ജോസ് തോമസ് അടക്കമുള്ളവർ ഇതിനിടെ രംഗത്ത് വന്നു. രോഗത്തിൻ്റെ ഒരു ആരംഭം മാത്രമാണ്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. 2 ആഴ്ചത്തെ റേഡിയേഷൻ കൊണ്ട് അദ്ദേഹം സുഖം പ്രാപിച്ചു വരും. ഓൺലൈൻ മീഡിയയിലാണ് കൂടുതൽ മമ്മൂക്കയുടെ രോഗത്തെക്കുറിച്ച് വ്യാജ പ്രചരണം നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മമ്മൂട്ടിയുടെ രോഗാവസ്ഥയെക്കുറിച്ച് നേരത്തെ തന്നെ പ്രവചനം നടത്തിയിരുന്നുവെന്നാണ് തിരക്കഥാകൃത്ത് സുനിൽ പരമേശ്വരൻ അവകാശപ്പെടുന്നത്. ഇക്കാര്യം മമ്മൂട്ടിയുടെ സഹോദരൻ ഇബ്രാഹിം കുട്ടിയെ അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. മമ്മൂട്ടിയുടെ ഭ്രമയുഗം സിനിമ കണ്ടയുടൻ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഇബ്രാഹിം കുട്ടിയുടെ സുഹൃത്തിന് ഞാനൊരു മെസ്സേജ് അയച്ചിരുന്നു. മമ്മൂട്ടി രോഗാവസ്ഥയിലാകും, അപകടമാണ് എന്നായിരുന്നു ഞാൻ ഇബ്രാഹിം കുട്ടിക്ക് അയച്ച സന്ദേശം. സുനിൽ പരമേശ്വരൻ പറയുന്നു. കഥകൾക്കായി നിരവധി ആളുകൾ എന്നെ സമീപിക്കാറുണ്ട്. മേജർ രവിയുമായി ചേർന്ന് മാടൻ പുലി എന്നൊരു ചിത്രം ചെയ്യാൻ പ്ലാനിട്ടിരുന്നു. തുടക്കത്തിൽ പൃഥ്വിരാജിനെയായിരുന്നു നായകനാക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ആ സിനിമ നടക്കില്ലെന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞതുപോലെ ആ ചിത്രം മുടങ്ങി. പിന്നീട് ഉണ്ണിമുത്തിനെ നായകനാക്കി സിനിമ ചെയ്യാൻ ആലോചന നടത്തി. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് അതും മുടങ്ങി. പലരും ആ സിനിമ ചെയ്യാനായി എന്നെ സമീപിച്ചെങ്കിലും ഒരിക്കലും ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടും ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് 3 ലക്ഷം രൂപ അഡ്വാൻസ് തന്നിട്ട് അവർ പോയി. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിനിമ ചെയ്യാൻ വന്നവർക്കിടയിൽ തന്നെ പല പ്രശ്നങ്ങളുമുണ്ടായി. അവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. തിരക്കഥാകൃത്ത് എന്നതിനോടൊപ്പം നിർമ്മാതാവ് എന്നീ നിലകളിൽ പ്രശസ്തനാണ് സുനിൽ പരമേശ്വരൻ. കാന്തല്ലൂർ സ്വാമി എന്നും ഇപ്പോൾ അറിയപ്പെടുന്നു. കന്നഡയിൽ 5 സിനിമകൾക്ക് രചന നിർവഹിച്ചതിനു ശേഷം അനന്തഭദ്രത്തിലൂടെയാണ് മലയാള സിനിമാ രംഗത്തേക്ക് കടക്കുന്നത്. സന്തോഷ് ശിവനായിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ. തന്റെ ബാല്യകാലത്ത് മുത്തശ്ശി പറഞ്ഞ കഥകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു അദ്ദേഹം അനന്തഭദ്രം രചിച്ചത്.